എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷാശംസകൾ. ഇന്ന് ചിങ്ങം മലയാളികൾ ഓണത്തെ വരവേൽക്കുന്ന ആദ്യത്തെ ദിവസം. ചിങ്ങം 1 മുതൽ മലയാളികൾക്ക് ഓണനാളുകളാണ്. പണ്ടേ കാലത്തൊക്കെ ചിങ്ങം 1 മുതൽ നല്ല വെയിലൊക്കെ ആയിരിക്കും. മല്ലി, മുളക് സാധനങ്ങളെല്ലാം വാങ്ങിപ്പിറക്കി നമ്മളത് വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി നമ്മൾ പൊടിക്കാനൊക്കെ കൊണ്ടുപോകും. പോയി പൊടിച്ചുകൊണ്ട് വന്ന് നമ്മളതാണ് ഓണസദ്യക്കൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓണസദ്യ കഴിക്കുന്ന അന്നേ ദിവസം നമ്മൾ ഓണസദ്യ കഴിക്കുന്നതിലും നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്ന് വരെ ഓണം ഒരുക്കുന്ന ആ സംഭവങ്ങളാണ്. അതായത് നമ്മൾ ആ തിരുവോണം കഴിക്കാനുള്ള ഒരുക്കലുകൾ, അതാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഓണം എന്ന് പറയുന്നത്. ചന്തയിൽ പോവുക, സാധനങ്ങൾ വാങ്ങുക, മല്ലി മുളക് വാങ്ങിച്ച് പൊടിക്കുക, എല്ലാം ശേഖരിക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലായിട്ട് നമ്മൾ മലയാളികൾ കൊണ്ടുനടക്കണം. ഓണം ഇലയിട്ട് ഓണം കഴിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ച ആ ഓരോ സന്ദർഭങ്ങളൊക്കെ എൻ്റെ ചെറുതിലേക്ക് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഓണത്തെ അങ്ങനെയൊക്കെ ആഘോഷിച്ചത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം എല്ലാം റെഡിമെയ്ഡ് ഉണ്ട്, വാങ്ങിക്കൊണ്ട് വരിക, കഴിക്കുക. കഴിച്ചിട്ട് കുറേ പേര് ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് ആവുക. എല്ലാവരും അല്ല കേട്ടോ, കുറേ പേരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ സാഹചര്യം മോശം, പ്രകൃതി പോലും നമ്മളോട് ശോഭിച്ച് നിൽക്കുക. കാരണം മഴ വിട്ടുമാറിയിട്ട് വേണ്ട ഇതെല്ലാം പൊടിക്കാനും ഉണക്കാനും ഒക്കെ. അപ്പം എന്ത് തന്നെ ആയാലും നമ്മൾ ഓണം ആഘോഷിക്കും. മലയാളികൾക്ക് ഓണം ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഉത്സവമാണ്. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇനി അങ്ങോട്ട് ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിക്കോട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാനും നിങ്ങളോടൊപ്പം. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.